ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തുള്ള നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കേജസ് അതിന്റെ കുറച്ച് തിരക്കും ബഹളമൊക്കെ ആയിരുന്നു കുറച്ച് ഡേയ്സ് ആയിട്ട്. നമ്മളൊരു 1600 പാക്കേജ് ഫസ്റ്റ് കൊണ്ടുവന്നിരുന്നപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് വന്നതിലേക്കാളും ഒരു 150+ ഓർഡേഴ്സ് ആണ് നമുക്ക് എക്സ്ട്രാ വന്നത് കേട്ടോ ഈ പ്രാവശ്യം ഓർഡേഴ്സ്. പക്ഷെ നമുക്ക് പാക്ക് ചെയ്യാനും എല്ലാത്തിനൊക്കെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളതുകൊണ്ട് ഒരുപാട് തിരക്ക് നമ്മൾ ഒത്തിരി വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് ഒരുപാട് അമ്മമാര്. ബിക്കോസ് അവരുടെ ഡെലിവറി മന്ത്സ് ഒക്കെ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഒത്തിരി ഡിലേ ആക്കാണ്ട് തന്നെ വേഗം തന്നെ ഓർഡറൊക്കെ പാക്ക് ചെയ്തു ഡിസ്പാച്ച് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറി ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഒരുപാട് ദൂരമൊന്നുമല്ല, ഫോറം മാളിലൊക്കെ ഒന്ന് പോയി കറങ്ങി ഒരു കുഞ്ഞു ഡിന്നറൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ആയിട്ടോ. അപ്പോൾ ദേ അവിടെ ചെന്നപ്പോൾ വലിയ സ്ക്രീനിൽ നമുക്ക് ഈ IPL കാണാൻ പറ്റുമെന്നും പറഞ്ഞു. ഈ ചാനൽ ഞങ്ങളെ സെൻറ്ററിൽ കൊണ്ട് ഇരുന്നിട്ട് ദേ ബോറടിപ്പിക്കുവാണ്. സ്പോർട്സിന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മളിത് പിസയാണ് ഓർഡർ ചെയ്തത്. പിസ സൈക്കോട്ടിന് സേറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പിസ അവർക്ക് ഒട്ടും ഇഷ്ടമായില്ല, അവർ കഴിച്ചുമില്ല. ഞാനാണ് കേട്ടോ കഴിച്ചത്. അതുകൊണ്ട് അവർക്ക് നമ്മൾ ഗാർലിക് ബ്രെഡാണ് കേട്ടോ പറഞ്ഞത്. അതും അവർ കഴിച്ചൊന്നും വലിയ കാര്യമുണ്ട്. സൈക്കോട്ടിന് ചെറിയൊരു സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ വലിയ നിർബന്ധമൊന്നും കാണിച്ചില്ല. ബേബി അവിടെ നിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണേ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരുപാട് ഡിലേ ആക്കിയില്ല, നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ബൈ.